മോഡേൺ ഇന്ത്യയുടെ ക്ലാസ്സാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. മോഡേൺ ഇന്ത്യയും അതേപോലെ മറ്റ് GK സബ്ജക്ട്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ GKയുടെ ഗൈഡ് ഇറക്കിയിട്ടുണ്ട്. GKയുടെ ഗൈഡ് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് ഗൈഡ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഗൈഡ് വാങ്ങിയ സ്റ്റുഡൻസ് ആ ഗൈഡും ഒപ്പം വെച്ചിട്ട് വേണം ഈ ക്ലാസ്സുകൾ കാണാൻ. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് 1885 തൊട്ടിട്ട് 1905 വരെയുള്ള കാലഘട്ടങ്ങളാണ്. ഈ ഒരു കാലഘട്ടത്തിന് അറിയപ്പെടുന്നത് മോഡറേറ്റ് ഫേസ് എന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു 1885 കോൺഗ്രസ് ഫോം ചെയ്തത്. ഫോർമേഷൻ ഓഫ് കോൺഗ്രസ് അത് തൊട്ടിട്ട് ടിൽ ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ 1905 ബംഗാളിനെ പാർട്ടീഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം 1885 to 1905 ഇതിനെയാണ് നമ്മൾ മോഡറേറ്റ് ഫേസ് എന്നറിയപ്പെടുന്നത്. മോഡറേറ്റ് ഫേസ് എന്നറിയപ്പെടാൻ കാരണം ഈ സമയങ്ങളിൽ നമ്മൾ ഭയങ്കരമായ സമരങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ അജിറ്റേഷൻ, പിന്നെ പെറ്റീഷൻസ് ഫയൽ ചെയ്യുക, മീറ്റിങ്സ്, മെമ്മറാണ്ട, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരുന്നു നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരുന്നത്. വലിയ വലിയ സമരങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല ഈ ഒരു കാലഘട്ടം, ഈ ഒരു ടൈം പീരീഡ് വരെ. പക്ഷേ 1905 സമരങ്ങളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിലെ മെയിൻ ലീഡേഴ്സ്, ആ കാലഘട്ടങ്ങളിലെ മെയിൻ ലീഡേഴ്സ് എന്ന് പറയുന്നത് ദാദാഭായ് നവറോജി ഉണ്ട്, ഗോപാലകൃഷ്ണ ഗോഖലെ, ജസ്റ്റിസ് റാനഡെ, WC ബാനർജി, അതേപോലെ റാഷ് ബിഹാരി ഘോഷ്. ഇവരൊക്കെയായിരുന്നു ആ ഈ ഒരു മോഡറേറ്റ് ഫേസിലെ മെയിൻ ലീഡേഴ്സ്. അപ്പോൾ ഇവർ ആദ്യം വിചാരിച്ചിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ വന്നു, അത് കുറേ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് ഉള്ള രീതിയിലായിരുന്നു അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. കാരണം കുറേ സോഷ്യൽ ഇൽസ് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. സതി പോലെ, അൺടച്ചബിലിറ്റി, ചൈൽഡ് മാരേജ്, അതിലൊക്കെ ബ്രിട്ടീഷുകാർ മാറ്റങ്ങൾ വരുത്തി തുടങ്ങി. അപ്പോൾ ഇവരുടെ ഒരു ബ്രിട്ടീഷുകാരുടെ റൂള് കുറേ ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ളൊരു ധാരണയിലായിരുന്നു ഈ മോഡറേറ്റ് ഫേസിൽ നമ്മുടെ ലീഡേഴ്സ്. ഈ ഒരു മോഡറേറ്റ് ഫേസിലൊരു ടേം പറയുന്നുണ്ട് 3 Ps, 3 P, അതായത് പെറ്റീഷൻ, പ്രയർ, പ്രൊട്ടസ്റ്റ്. ഇതായിരുന്നു ആ ടൈമിൽ ലീഡേഴ്സ്. പെറ്റീഷൻസ് ഫയൽ ചെയ്യുക, പ്രയർ ചെയ്യുക, നമുക്ക് തരണം എന്ന് പറയുക, പിന്നെ ഒരു ചെറിയ പ്രൊട്ടസ്റ്റ്. ഈ ഒരു ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ ഒരു മോഡറേറ്റ് ഫേസിൽ നടന്നിരുന്നത്. അപ്പം ഈ 1885 to 1905 ഇതിനെ മോഡറേറ്റ് ഫേസ് എന്ന് അറിയപ്പെടുന്നു. ഇനി അടുത്തൊരു വർഷം നോട്ട് ചെയ്ത് വെക്കേണ്ടത് 1886 ആണ്. നമ്മൾ വീണ്ടും ഓരോ വർഷങ്ങൾ വെച്ച് പഠിച്ചു തുടങ്ങുകയാണ്. 1886 ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് മെർജ്ഡ് വിത്ത് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത്. AO ഹ്യൂമാണ് ഫൗണ്ടർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാര്യങ്ങൾ പഠിച്ചിരുന്നു. അതിനു മുമ്പ് 1883 ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ആര് ഫോം ചെയ്തിരുന്നു? സുരേന്ദ്രനാഥ് ബാനർജി ഫോം ചെയ്തിരുന്നു. 1883 ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ 1886 സുരേന്ദ്രനാഥ് ബാനർജി ഫോം ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് എന്തായി? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയി മെർജ് ചെയ്തു. ഇനി അടുത്ത വർഷം ഞാൻ ഗൈഡിൽ കൊടുത്തിരിക്കുന്നത് 1887 1887 അപ്പത്തെ വൈസ്രോയ് ആയിരുന്ന ലോർഡ് ഡഫറിൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു കളിയാക്കി പറഞ്ഞു. അതായത് എ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഓഫ് ദ പീപ്പിൾ, ഒരു ചെറിയൊരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ആണെന്ത് ഈ കോൺഗ്രസ് എന്ന് കളിയാക്കി പറഞ്ഞു. അത് ലോർഡ് ഡഫറിൻ പറഞ്ഞതാണ്. അതേപോലെ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഇൻ നാഷണൽ കോൺഗ്രസ്സിന് ഡിസ്ലോയൽ ബാബൂസ്, വയലൻറ്റ് വില്ലൻസ് എന്നൊക്കെ പറഞ്ഞിരുന്നു ഈ ഒരു 1887 കാലഘട്ടത്തിൽ. പിന്നെ അടുത്ത വർഷം 1889 ആണ്. 1889 നവംബർ 14, 1889 ജവഹർലാൽ നെഹ്റു ജനിക്കുന്നത്. അപ്പോൾ 1889 നവംബർ 14 ഓർത്ത് വെക്കുക. പിന്നെ 1892 നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിച്ച കാര്യമാണ്, ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ കൗൺസിൽ ആക്ട്. ഇനി അടുത്ത വർഷം ഞാൻ ഗൈഡിൽ കൊടുത്തിരിക്കുന്നത് 1893 ആണ്. 1893 മഹാത്മാഗാന്ധി വെൻ ടു സൗത്ത് ആഫ്രിക്ക. ഇതാണ് ഞാൻ ഈ ഒരു പോയിന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, മഹാത്മാഗാന്ധി വെൻ ടു സൗത്ത് ആഫ്രിക്ക. നമ്മളിനി ഈ ഒരു സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ലീഡേഴ്സിനെ കുറിച്ചും ഡെപ്തിൽ പഠിക്കും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മഹാത്മാഗാന്ധിനെയും ജവഹർലാൽ നെഹ്റുവും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ബ്രീഫായിട്ട് പറഞ്ഞു പോവാണ്. അപ്പോൾ 1893 വർഷം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി എന്ത് ചെയ്തു? വെൻ ടു സൗത്ത് ആഫ്രിക്ക. അതായത് മഹാത്മാഗാന്ധി ആദ്യം ലണ്ടനിൽ പോയിട്ട് ലോ പഠിച്ചതിന് ശേഷം തിരിച്ച് ഗുജറാത്ത് ഇവിടേക്ക് എത്തും, ഇന്ത്യയിലെത്തും. പിന്നെ അവിടെ നിന്നിട്ട് എവിടേക്ക് പോവാണ്? ജോലി തേടിയിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് പോവാണ്. അപ്പോൾ മഹാത്മാഗാന്ധി വെൻ ടു സൗത്ത് ആഫ്രിക്ക ഏത് വർഷം? 1893. ഇതേ 1893 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വാമി വിവേകാനന്ദ അമേരിക്കയിലെ ചിക്കാഗോ സ്പീച്ച്, അവിടെയാണ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞ ആ സ്പീച്ച്. അതും ഏത് വർഷമാണ്? 1893.
അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ആ 1893 ഓർത്ത് വെക്കാം. അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് വർഷമാണ് 1897. 1897 നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജനിക്കുന്നത്. 23 ജനുവരി 1897, കട്ടക്കിൽ, ബംഗാളിൽ. അപ്പോൾ ആ വർഷം ഓർത്ത് വെക്കുക, 1897. പിന്നെ അടുത്ത വർഷം ഞാൻ ഗൈഡിൽ കൊടുത്തിരിക്കുന്നത് 1901. 1901 മഹാത്മാഗാന്ധി കെയിം ടു ഇന്ത്യ ഫ്രം സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ പോയി ജസ്റ്റ് ഈ 1901 ഇന്ത്യയിലേക്ക് ഒന്ന് വരുന്നുണ്ട്, വന്നിട്ട് അപ്പോൾ തന്നെ തിരിച്ചു പോകും. അപ്പോൾ അതാണ് 1901. പിന്നെ അടുത്തത് 1902 ആണ്. 1902 ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നുണ്ട്, അനുശീലൻ സമിതി. ഇത് ഫോം ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ്? CR ദാസും അരബിന്ദോ ഘോഷും. 1902 അനുശീലൻ സമിതി, അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേരാണ് സെൽഫ് കൾച്ചർ അസോസിയേഷൻ. അത് ഫോം ചെയ്തത് CR ദാസും അരബിന്ദോ ഘോഷുമാണ്. ഇനി അടുത്ത വർഷം ഞാൻ ഗൈഡിൽ കൊടുത്തിരിക്കുന്നത് 1905. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം 1905 പാർട്ടീഷൻ ഓഫ് ബംഗാൾ സംഭവിക്കുന്നത്. പാർട്ടീഷൻ ഓഫ് ബംഗാൾ, അതായത് ബംഗാൾ എന്ന് പറയുന്നത്, അന്നത്തെ ബംഗാൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ബംഗാൾ, ബീഹാർ, ഒറീസ, അതേപോലെ ഛോട്ടാ നാഗ്പൂർ, അങ്ങനെ കുറച്ച് ഏരിയാസ് ഇത്രയും ഉണ്ടായിരുന്നു. ബംഗാൾ, ബീഹാർ, ഒറീസ, പിന്നെ ഛോട്ടാ നാഗ്പൂരിലെ കുറച്ച് സ്ഥലങ്ങൾ, ആ ഒരു ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ, അവിടെ കുറച്ച് സ്ഥലങ്ങൾ. അതായത് ബംഗാൾ, ബീഹാർ, ഒറീസ തന്നെ. ബംഗാൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ബംഗാളല്ല, ബംഗ്ലാദേശും ഉണ്ട്. നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശ് അടക്കമാണ് ഈ ബംഗാൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ബംഗാൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ വെസ്റ്റ് ബംഗാൾ പ്ലസ് എന്തുണ്ട്, ബംഗ്ലാദേശ്, അത് ഫുള്ള് കവർ ചെയ്യുന്ന ബീഹാർ, ഒറീസ, അങ്ങനെ ഒരു വലിയൊരു സ്ഥലമാണ്. ആ സ്ഥലം പാർട്ടീഷൻ ചെയ്യാണ്. അതാണ് ഈ 1905 സംഭവിക്കുന്നത്. അതായത് ഓൺ 20 ജൂലൈ 1905 ലോർഡ് കഴ്സൺ അനൗൺസ് ദ ഡിവിഷൻ ഓഫ് പ്രൊവിൻസ് ഓഫ് ബംഗാൾ ഇൻ 2 പ്രൊവിൻസസ്. 2 പ്രൊവിൻസ് ആയിട്ട് തിരിക്കാൻ തീരുമാനിക്കുകയാണ്. അത് ആരാണ് അനൗൺസ് ചെയ്യുന്നത്? ലോർഡ് കഴ്സൺ, വൈസ്രോയ് ആണ് ആ സമയത്ത്, ലോർഡ് കഴ്സൺ. 1 ബംഗാളും 2 ഈസ്റ്റേൺ ബംഗാൾ ആൻഡ് ആസാം, ഇങ്ങനെ 2 ആയിട്ടാണ് തിരിക്കുന്നത്. ബംഗാളും ഈസ്റ്റേൺ ബംഗാൾ ആൻഡ് ആസാം. ഈ ബംഗാളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഡിസ്ട്രിക്ട്സ് ഓഫ് ബംഗാൾ പ്രോപ്പർ, ബീഹാർ ആൻഡ് ഒറീസ. ബംഗാളിൻ്റെ കുറച്ച് വെസ്റ്റേൺ സ്ഥലങ്ങളും അതേപോലെ ബീഹാറും ഒറീസയും, ഇത് കൂടിയിട്ട് ബംഗാളും. ഏകദേശം 56 മില്യൺ പോപ്പുലേഷൻ ഉണ്ട്. അതിൻ്റെ ക്യാപിറ്റൽ എന്താക്കി? കൽക്കട്ട ക്യാപിറ്റലാക്കി മാറ്റി ബംഗാളിൻ്റെ. ഇനി രണ്ടാമത് ഇപ്പോഴത്തെ ബംഗ്ലാദേശൊക്കെയുള്ള ആ ഏരിയ ഈസ്റ്റേൺ ബംഗാൾ ആൻഡ് ആസാം എന്ന് പറഞ്ഞ് തിരിച്ചു. അതിൽ ബംഗാളിൻ്റെ കുറച്ച് ഏരിയാസ് ഉണ്ട് ആൻഡ് ആസാം. അവിടെ പോപ്പുലേഷൻ എത്രയാണ്? 31 മില്യൺ. അതിൻ്റെ ക്യാപിറ്റൽ എന്താക്കി മാറ്റി? ധാക്ക ക്യാപിറ്റലാക്കി മാറ്റി. ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഈ ഒരു സ്ഥലം ഡിവൈഡ് ചെയ്യുന്നതിൽ പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പം, അതേപോലെ കുറേ സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്യാണ്ട് കിടക്കണം, അവിടെയൊക്കെ ഡെവലപ്മെൻറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഡിവൈഡ് ചെയ്തത്. പക്ഷേ ഇത് പ്രകാരം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ 2 പ്രൊവിൻസിലും, ബംഗാളിലും ഈസ്റ്റേൺ ബംഗാൾ ആൻഡ് ആസാം എന്ന് പറഞ്ഞ ആ സ്ഥലത്തും രണ്ട് സ്ഥലത്തും ഹിന്ദു ബംഗാളി പോപ്പുലേഷൻ എന്തായി മാറി? മൈനോറിറ്റി ആയി മാറി. അപ്പം നമ്മുടെ മെയിൻ ലീഡേഴ്സൊക്കെ മനസ്സിലാക്കി ഇത് ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി, ഹിന്ദുസിനെയും മുസ്ലിംസിനെയും ഡിവൈഡ് ചെയ്ത് പ്രശ്നങ്ങളുണ്ടാക്കി അവർക്ക് ഭരിക്കുക, അതായത് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഭാഗമാണ് ഇത് മനസ്സിലാക്കി. അപ്പോഴാണ് ഈ പാർട്ടീഷൻ ഓഫ് ബംഗാളിനെതിരെ ഇന്ത്യയിലെ നേതാക്കളൊക്കെ പ്രതികരിക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ നേതാക്കൾക്കൊക്കെ മനസ്സിലായി, അതായത് ബംഗാളിൻ്റെ കൾച്ചറും കാര്യങ്ങളും ഇതുവഴി നശിപ്പിക്കുക. അതുപോലെ തന്നെ ആ സമയത്ത് കൽക്കട്ടയായിരുന്നു ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒക്കെ മെയിൻ ഒരു സെൻറ്ററായിട്ടിരുന്ന ഒരു സ്ഥലം. കൽക്കട്ട ഒരു വലിയൊരു സെൻറ്ററായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ കുറയ്ക്കുക, അതിനു വേണ്ടി ബ്രിട്ടീഷുകാർ ചെയ്തതാണ് എന്നെല്ലാം നേതാക്കൾക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഇത് പ്രകാരം ഈ ഒരു പാർട്ടീഷൻ ഓഫ് ബംഗാൾ 1905, അതിനുശേഷം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത മൂവ്മെൻ്റാണ് സ്വദേശി മൂവ്മെൻറ്റ്. അപ്പോൾ ഈ സ്വദേശി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് 1905 സ്വദേശി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഏത് കണക്ട് ചെയ്തിട്ടാണ്? ഈ പാർട്ടീഷൻ ഓഫ് ബംഗാൾ കണക്ട് ചെയ്തിട്ടാണ്. ഈ ഓഗസ്റ്റ് 1905 ഒരു ബോയ്ക്കോട്ട് റെസൊല്യൂഷൻ പാസ്സാക്കി കൽക്കട്ടയിൽ. എന്നിട്ട് എന്ത് ചെയ്തു? ആൻഡ് പ്രൊക്ലമേഷൻ ആ 1905 ഓഗസ്റ്റ് ബോയ്ക്കോട്ട് റെസൊല്യൂഷൻ പാസ് ചെയ്തു കൽക്കട്ട ടൗൺ ഹാൾ ആൻഡ് പ്രൊക്ലമേഷൻ ഓഫ് സ്വദേശി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള തീരുമാനം, അത് പ്രൊക്ലമേഷൻ നടത്തി. അപ്പോൾ ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റി പാർട്ടീഷൻ മൂവ്മെൻ്റ് ആണ്. അതാണ് എന്തിലേക്ക് എത്തുന്നത്? ബംഗാളിനെ ഡിവൈഡ് ചെയ്തത്, പാർട്ടീഷൻ ചെയ്തതിനെ എതിർത്തിട്ട് ആ ഒരു ഇമോഷനാണ് പിന്നെ എന്തിലേക്ക് എത്തുന്നത്? സ്വദേശി മൂവ്മെൻറ്റിലേക്ക് എത്തുന്നത്. ബംഗാൾ പാർട്ടീഷൻ നടന്നത് 16 ഒക്ടോബർ 1905.
1905 ബംഗാൾ പാർട്ടീഷൻ എന്തായാലും പഠിച്ചു വെക്കണം. 16 ഒക്ടോബർ നിങ്ങൾ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. 16 ഒക്ടോബർ 1905 ബംഗാൾ പാർട്ടീഷൻ നടന്നു. കൊൽക്കത്ത ഫുള്ളും വന്ദേ മാതരം ആ സോങ്സും കാര്യങ്ങളൊക്കെ അതായിരുന്നു ആ സമയത്തെ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ സോങ്. പിന്നെ ഹിന്ദുസും മുസ്ലിംസും അങ്ങോട്ടും ഇങ്ങോട്ടും രാഖി കെട്ടി. എന്തിനു വേണ്ടിയിട്ട്? ഹിന്ദു മുസ്ലിം യൂണിറ്റി കാണിക്കാൻ വേണ്ടി. ഈ സമയം രവീന്ദ്രനാഥ് ടാഗോർ അമർ സോണാർ ബാംഗ്ല എന്ന് പറഞ്ഞ് സോങ് എഴുതി. അത് പിന്നെ 1979 ബംഗ്ലാദേശ് ഫോം ചെയ്തപ്പം അവരവരുടെ നാഷണൽ ആന്തവും ആക്കി മാറ്റി. അങ്ങനെ ഈ പാർട്ടീഷൻ മൂവ്മെൻറ്റ് കണക്ട് ചെയ്തിട്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്വദേശി മൂവ്മെൻറ്റ്. സ്വദേശി മൂവ്മെൻറ്റിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ട്രേഡും കൊമേഴ്സും സ്വദേശി നമ്മുടേതായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ബ്രിട്ടീഷ് ട്രേഡും കൊമേഴ്സൊക്കെ നശിപ്പിക്കുക. ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ് മൊത്തം ബോയ്ക്കോട്ട് ചെയ്യുക. ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പ്രൊമോട്ട് ചെയ്യുക. ഈ സമയത്ത് ഈ ഒരു പെസൻസിൻ്റെ ഒക്കെ ഒരു മാസ് പാർട്ടിസിപ്പേഷൻ ഏതിലുണ്ടായിരുന്നു? സ്വദേശി മൂവ്മെൻറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ അവേക്കനിങ് ആയിരുന്നു, രാജ്യത്തിന് മൊത്തം ഒരു പൊളിറ്റിക്കൽ അവേക്കനിങ് ആയിരുന്നു ഈ സ്വദേശി മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ തിലകിനെ പോലെയുള്ള ലീഡേഴ്സ് എന്ത് ചെയ്തു? ഗണേഷ് ചതുർത്ഥി, അതേപോലെ ശിവജി ഫെസ്റ്റിവൽ ഇതൊക്കെ ഈ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോയി. പക്ഷേ സദേൺ സ്റ്റേറ്റ്സ് അത്ര ഇൻവോൾവ് ആയിരുന്നില്ല ഈ സ്വദേശി മൂവ്മെൻറ്റിൽ. അങ്ങനെ ഈ 1905 സ്റ്റാർട്ട് ചെയ്ത സ്വദേശി മൂവ്മെൻറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ബ്രിട്ടീഷുകാർ അത് അടിച്ചമർത്തി. അതെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് നോക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ 1885 തൊട്ടിട്ട് 1905 ഈ ഒരു സ്വദേശി മൂവ്മെൻറ്റ് വരെയാണ് എടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കിയത് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഈ ഒരു 1885 തൊട്ടിട്ട് 1905 വരെയുള്ള കാലഘട്ടം നമ്മൾ എന്താണ് മോഡറേറ്റ് ഫേസ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഫോർമേഷൻ ആ മോഡറേറ്റ് ഫേസ് എന്ന് പറയുന്നത് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത് തൊട്ടിട്ട് പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഈ ഒരു കാലഘട്ടമാണ് മോഡറേറ്റ് ഫേസ് എന്ന് അറിയപ്പെടുന്നത്. അതിൽ വലിയ സമരങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ അജിറ്റേഷനും പെറ്റീഷൻ ഫയൽ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവർ ഏർലി നാഷണലിസ്റ്റ് എന്ന് അറിയപ്പെട്ടിരുന്നു ഈ ഒരു കാലഘട്ടത്തിലെ ലീഡേഴ്സ്. മെയിൻ ലീഡേഴ്സ് എന്ന് പറയുന്നത് ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ജസ്റ്റിസ് റാനഡെ, W.C. ബാനർജി, റാഷ് ബിഹാരി ബോസ് ഇവരൊക്കെയായിരുന്നു മെയിൻ ലീഡേഴ്സ്. അവരാദ്യം ബ്രിട്ടീഷുകാർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, സതി നിർത്തലാക്കുന്നു, പിന്നെ എന്തൊക്കെയാണ് അൺടച്ചബിലിറ്റി അതൊക്കെ എടുത്ത് കളയുന്നു, ചൈൽഡ് മാരേജ് ഒക്കെ കളയുന്നു. അപ്പം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവർ നിന്നിരുന്നത്. അവരെ മൂന്ന് P പെറ്റീഷൻ, പ്രയർ, പ്രൊട്ടസ്റ്റ് അത് ഈ ഒരു കാലഘട്ടത്തിൽ ലീഡേഴ്സ് ഉപയോഗിച്ച കാര്യങ്ങളായിരുന്നു. പെറ്റീഷൻസ് ഫയൽ ചെയ്യുക, പ്രയർ ഇത് തരണം എന്ന് പറഞ്ഞ് നമ്മൾ പ്രേ ചെയ്യുക, പിന്നെ പ്രൊട്ടസ്റ്റ് ചെറിയ പ്രൊട്ടസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അതാണ് നടന്നിരുന്നത്. പിന്നെ നമ്മൾ വർഷങ്ങൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ 1886 പഠിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് മെർജ്ഡ് വിത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1883 സുരേന്ദ്രനാഥ് ബാനർജി ഫോം ചെയ്തതാണ് ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ്. 1885 എയോ ഹ്യൂം ഫോം ചെയ്തതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് മെർജ്ഡ് വിത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പിന്നെ 1887 ലോർഡ് ഡഫറിൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കളിയാക്കി. എ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഓഫ് ദ പീപ്പിൾ എന്ന് പറഞ്ഞ് കളിയാക്കി. 1889 ഓർത്ത് വെക്കണം, November 14 ജവഹർലാൽ നെഹ്റു ജനിക്കുന്നത്. പിന്നെ അടുത്ത വർഷം 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസ്സാക്കുന്നു 1892. പിന്നെ 1893 മഹാത്മാഗാന്ധി എന്ത് ചെയ്യുന്നു? സൗത്ത് ആഫ്രിക്കയ്ക്ക് പോകുന്നു. അതേ വർഷം 1893 അതേ വർഷം മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയ്ക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധി ഇംഗ്ലണ്ടിൽ പോയിട്ട് എന്ത് പഠിക്കുന്നു? ലോ പഠിക്കുന്നുണ്ട്. ലോ പഠിച്ച് തിരിച്ച് ഇവിടെ വരുന്നു. ഇവിടുന്ന് പിന്നെ ജോലിക്കായിട്ട് എവിടേക്ക് പോകുന്നു? സൗത്ത് ആഫ്രിക്കയ്ക്ക് പോകുന്നു. ഈ 1893 സ്വാമി വിവേകാനന്ദൻ്റെ ചിക്കാഗോ സ്പീച്ച്, അത് നോട്ട് ചെയ്ത് വെക്കുക. 1897 നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജനിക്കുന്നത്. 1901 ഗാന്ധിജി ജസ്റ്റ് ഒന്ന് ഇന്ത്യയിലേക്ക് വരുന്നു, എന്നിട്ട് പോകുന്നു. അത് 1901. 1902 അത് നോട്ട് ചെയ്ത് വെക്കണം. 1902 അനുശീലൻ സമിതി, സെൽഫ് കൾച്ചർ അസോസിയേഷൻ. അതാരൊക്കെയാണ്? CR ദാസും അരബിന്ദോ ഘോഷും. പിന്നെ വേറെ ലീഡേഴ്സ് ഉണ്ട്, ഇവരാണ് മെയിൻ ലീഡേഴ്സ്. പിന്നെ അങ്ങനെ ഇരുന്നിട്ടാണ് 1903 പാർട്ടീഷൻ ഓഫ് ബംഗാൾ അനൗൺസ് ചെയ്യുന്നത്. ബംഗാൾ പാർട്ടീഷൻ ചെയ്യാൻ പോകുന്നുള്ള അനൗൺസ്മെൻറ്റ് ഏത് വർഷമാണ്? 1903. പിന്നെ അടുത്ത വർഷം 1905 പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടക്കുന്നത്. അപ്പോൾ 1905 നോട്ട് ചെയ്ത് വെക്കണം, പാർട്ടീഷൻ ഓഫ് ബംഗാൾ. പിന്നെ അത് പ്രകാരമാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്വദേശി മൂവ്മെൻറ്റ്. അപ്പോൾ 1905 പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞാൽ വലിയ ഏരിയ ആയിരുന്നു. ബംഗാൾ, ബീഹാർ, ഒറീസ, ഛോട്ടാ നാഗ്പൂരിലെ കുറച്ച് സ്ഥലങ്ങൾ അതൊക്കെ വെച്ചിട്ടുള്ള വലിയൊരു സ്ഥലമാണ് ബംഗാൾ. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ലോർഡ് കഴ്സണാണ് അനൗൺസ് ചെയ്യുന്ന ഡിവിഷൻ. ഒന്ന് ബംഗാൾ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഡിസ്ട്രിക്റ്റ്, ബംഗാൾ പ്രോപ്പർ, ബീഹാർ, ഒറീസ കിട്ടും. അവിടെ 54 മില്യൺ, അതിൻ്റെ ക്യാപിറ്റലായിട്ട് കൽക്കട്ടയും. അതേപോലെ ഈസ്റ്റേൺ ബംഗാൾ ആൻഡ് ആസാം, അത് 31 മില്യൺ പോപ്പുലേഷൻ, അവിടെ ക്യാപിറ്റൽ ധാക്കയും. ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എന്താണ് പറഞ്ഞത്? ഞങ്ങൾക്ക് ഭരിക്കാൻ എളുപ്പത്തിന്.
അതേപോലെ ആ ഏരിയയുടെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എന്താ സംഭവിച്ചത്, രണ്ട് സ്ഥലത്തും ഹിന്ദു പോപ്പുലേഷൻ മൈനോറിറ്റിയായി മാറി. ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഭാഗമാണ് ലീഡേഴ്സിന് എല്ലാവർക്കും മനസ്സിലായി. അതുപോലെ തന്നെ ബംഗാളിൻ്റെ കൾച്ചർ നശിപ്പിക്കുക, അതേപോലെ തന്നെ കൽക്കട്ടയായിരുന്നു മെയിൻ സെൻറ്റർ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു മെയിൻ സെൻറ്ററായിട്ട് ഉയർന്നു വന്നിരുന്ന കൽക്കട്ടയായിരുന്നു, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കുറയ്ക്കുക. ഇതൊക്കെയാണ് മനസ്സിലാക്കിയിട്ടാണ് സ്വദേശി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഓഗസ്റ്റ് 1905 ബോയ്ക്കോട്ട് റെസൊല്യൂഷൻ പാസ്സാക്കുന്നു. അതേപോലെ കൽക്കട്ട ടൗൺ ഹാളിൽ മീറ്റിംഗ് നടക്കുന്നു, സ്വദേശി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പാർട്ടീഷൻ നടന്നത് 16 ഒക്ടോബർ 1905. അത് നോട്ട് ചെയ്ത് വെക്കണം. ആൾക്കാർ വന്ദേ മാതരം പാട്ടൊക്കെ പാടി ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തു. രാഖി അങ്ങോട്ട് ഹിന്ദുസും മുസ്ലിംസും തമ്മിൽ രാഖി കൈകെട്ടി ഹിന്ദു മുസ്ലിം യൂണിറ്റി കാണിച്ചു. രവീന്ദ്രനാഥ് ടാഗോർ എന്ത് ചെയ്തു, അമർ സോനാർ ബാംഗ്ല എന്ന് പറഞ്ഞ സോങ് എഴുതി. പിന്നെ അത് ബംഗ്ലാദേശ് ഫോം ചെയ്തപ്പം അവരുടെ നാഷണൽ ആന്തമാക്കി എടുത്തു. പിന്നെ നമ്മൾ പറഞ്ഞത് സ്വദേശി മൂവ്മെൻറ്റിൽ എന്തായിരുന്നു സ്വദേശി മൂവ്മെൻറ്റ് എന്നല്ല, എന്താ സംഭവിച്ചതെന്ന്. സ്വദേശി മൂവ്മെൻറ്റിൽ എന്താണ് നടന്നതെന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയ് ബ്രിട്ടൻ്റെ ട്രേഡും കൊമേഴ്സൊക്കെ തകർക്കുക ഉള്ള ഉദ്ദേശം. അത് പ്രകാരം ഫോറിൻ ഗുഡ്സ് മൊത്തം ബോയ്ക്കോട്ട് ചെയ്തു. ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്തു. പെസൻസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ മാസ് പാർട്ടിസിപ്പേഷൻ സ്വദേശി മൂവ്മെൻറ്റിൽ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു പൊളിറ്റിക്കൽ അവേക്കനിങ് ആയിരുന്നു ഈ സ്വദേശി മൂവ്മെൻറ്റ്. ഇന്ത്യ മൊത്തം, സൗത്ത് ഇന്ത്യ കവർ ചെയ്തില്ലെങ്കിലും എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഇന്ത്യ മൊത്തം ഒരു കവർ ചെയ്തൊരു മൂവ്മെൻറ്റിൻ്റെ ആയിരുന്നു സ്വദേശി മൂവ്മെൻറ്റ്. അതേപോലെ തിലക ഈ സമയത്താണ് ഗണേഷ് ചതുർത്ഥി ഫെസ്റ്റിവലും അതേപോലെ ശിവജി ഫെസ്റ്റിവലൊക്കെ കുറച്ചുകൂടി ഒരു മാസ് അപ്പീലിന് വേണ്ടിയിട്ട് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് ഈ വീഡിയോയിൽ എടുക്കുന്നത്. മോഡേൺ ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ ഓർഡറിലെ വീഡിയോസ് കാണുക. ഓർഡറിലെ വീഡിയോസ് കണ്ട് നോട്ട് എഴുതി പഠിക്കുക. ഗൈഡുള്ള സ്റ്റുഡൻസ് ഗൈഡ് വെച്ച് പഠിക്കുക. ഗൈഡ് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഗൈഡ് ഓർഡർ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ടോപ്പിക്കുകൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.